ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് കൊള്ളിക്കിഴങ്ങ് ഇട്ടിട്ട് എങ്ങനെയാണ് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കണത് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കക്ക നന്നായിട്ട് കഴുകണം, കാരണം അതിൽ നന്നായിട്ട് മണ്ണുണ്ടാകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അതിനുശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു മറ്റേ അരിപ്പ പോലത്തെ വല്ല പാത്രത്തിൽ നമുക്കിതൊന്ന് ഊറ്റി എടുക്കണം. കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് അതിൻ്റെ മാംസം മാറ്റിയെടുത്തിട്ട് വേസ്റ്റൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പോൾ അത് കുറേ പ്രാവശ്യം നമ്മൾ അതിന് ശേഷം കഴുകണം, കാരണം എങ്ങനെ കഴുകിയാലും ഇതിൻ്റെ മണ്ണ് എളുപ്പം അതിൽ നിന്ന് പോകില്ല. അപ്പോൾ ഒരുപാട് നേരം നമുക്ക് കഴുകി ക്ലീൻ ആക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും ചേർക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളിക്കിഴങ്ങാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 2 കൊള്ളിക്കിഴങ്ങ് എടുത്ത് ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഊറ്റിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ കക്കയും കൊള്ളിക്കിഴങ്ങും ഏകദേശം വെന്ത് പാകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അരമുറി തേങ്ങയുടെ പാലും കൂടി നമുക്ക് എടുക്കണം. അപ്പോൾ അത് നമ്മൾ മിക്സിയിൽ അടിക്കാനിട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മല്ലിപ്പൊടി, മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, എല്ലാം മസാലപ്പൊടി അതെല്ലാം കൂടി കൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, ചട്ടിയിലൊന്ന് വറുത്തെടുക്കാം. കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. കാരണം ഈ മസാല വറുത്തരച്ച് വെക്കണതാണ് നമ്മുടെ ഈ കറിയുടെ ഗുഡൻസ്. അപ്പോൾ എന്ത് ചെയ്യാം, മസാലയൊക്കെ നമുക്ക് ഏകദേശം മൂപ്പെത്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കൊന്ന് എന്ത് ചെയ്യാം, പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ പാലിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് കട്ടയില്ലാത്ത വിധത്തിൽ പാലുമായിട്ട് അങ്ങോട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു തക്കാളി ചെറിയ പീസുകളാക്കി അരിഞ്ഞ് ചേർക്കാം. നമ്മൾ കൊള്ളി പുഴുങ്ങിയ സമയത്തും കക്ക പുഴുങ്ങിയപ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ടാണ് അത് പുഴുങ്ങിയെടുത്തത്. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ കുറച്ച് മുളക് കൂടി നമ്മൾ കീറിയിട്ടതിന് ശേഷം എന്ത് ചെയ്യുക, പുഴുങ്ങിയ കക്കയും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് തിളപ്പിച്ച് ആ ചാറ് വറ്റിച്ചെടുക്കണം. നമ്മുടെ കപ്പ കൊള്ളിക്കറി നന്നായിട്ട് തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗ്യാസ് നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം. ഏകദേശം അത് വറ്റി പാകത്തിൽ വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ താളിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ കുഞ്ഞുള്ളി നന്നായിട്ട് ചെറിയ പീസുകളാക്കി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളി ഏകദേശം മൂത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നോ, 1 സ്പൂണ് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറിക്ക് ഒരു അടാറ് ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. അതെന്ത് കറി ആയിക്കഴിഞ്ഞാലും നമ്മൾ താളിക്കുന്ന സമയത്ത് ഉള്ളി മൂപ്പിക്കുമ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഉണക്കമുളക് ഉണ്ടെന്നുണ്ടെങ്കിലും അത് ചേർക്കുന്നതും നല്ലതാണ്. കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ കൂട്ടുകൂടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കറിയിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്ക കൊള്ളി കറി ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ ഇത്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും കാണണേ. തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണേ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.